ഇതാണ് മനു, അവന്റെ കാമുകി പ്രിയയും. ശങ്കർദേവ് എന്ന വലിയ ബിസിനസ്സുകാരന്റെ ഡ്രൈവറാണ് മനു. പ്രിയയാണെങ്കിൽ ഒരു വലിയ ഗായികയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. വിവാഹം കഴിഞ്ഞ് കടലിനടുത്തൊരു വീട് വെച്ച് ജീവിക്കണമെന്നുള്ളതാണ് പ്രിയയുടെ ഏറ്റവും വലിയ സ്വപ്നം. പ്രിയയുടെ ആ സ്വപ്നം സഫലമാക്കണമെന്ന് മനു മനസ്സിൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം മനു മാനേജറായ പ്രഭുവിനോട് കടലിനടുത്തുള്ള വീട് വാടകയ്ക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നിന്റെ കയ്യിൽ അതിന് വേണ്ട പണമുണ്ടോ എന്ന് ചോദിച്ച് പ്രഭു അവനെ അപമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമിത വേഗത്തിൽ വന്ന ഒരു കാർ റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾ ഇടിച്ചു കൊല്ലുന്നു. അപകടം മരിച്ചയാളുടെ മകൾ നേരിൽ കാണുകയും ചെയ്തു. കാർ ഓടിച്ചിരുന്നത് ശങ്കറിന്റെ മകനായിരുന്നു. മകനെ രക്ഷിക്കാൻ ശങ്കർ അപകടത്തിന്റെ കുറ്റം മറ്റൊരാളുടെ മേൽ ചുമത്താൻ തീരുമാനിക്കുന്നു. ആദ്യം പഴയ ഡ്രൈവറുടെ പേര് പറഞ്ഞെങ്കിലും അത് ആരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ പ്രഭു മനുവിനെ കുറ്റം ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രഭു മനുവിന്റെ വീട്ടിലെത്തി കേസ് ഏറ്റെടുത്താൽ പണം നൽകാമെന്നും അതോടെ കടലിനരികിൽ വീട് എന്ന പ്രിയയുടെ സ്വപ്നം പൂർത്തിയാക്കാമെന്നും പറയുന്നു. ആലോചിച്ച ശേഷം മനു ശങ്കറിനെ കണ്ടുമുട്ടി കുറ്റം ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നു. എന്നാൽ അതിന് 35 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ശങ്കർ സമ്മതിച്ച് 3 ലക്ഷം രൂപ അഡ്വാൻസായി നൽകുകയും ബാക്കി പിന്നീട് തരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ആ പണം പ്രിയയെ ഏൽപ്പിച്ച് സത്യം പറഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരയുന്നു. എനിക്ക് വീടൊന്നും വേണ്ട, നീ ജയിലിൽ പോകരുതെന്ന് പറഞ്ഞ് അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും 3-4 മാസം മാത്രം, അതിനുശേഷം ഞാൻ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ് മനു അവളെ ആശ്വസിപ്പിച്ചു. ഒടുവിൽ മനു പോലീസിന് കീഴടങ്ങുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കുറ്റവാളിയാണെന്ന് കരുതി അമ്മ അവനെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രിയ മാത്രമാണ് അവന്റെ നിരപരാധിത്വത്തിൽ വിശ്വസിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനു പ്രിയയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അറിയാതെ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് അഭിഭാഷകൻ പറയുന്നത് പോലെ രേഖകളിൽ ഒപ്പിടുകയും കോടതിയിൽ ഹാജരാകുകയും ചെയ്തു. റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുമ്പോഴാണ് പ്രിയ അവിടെ എത്തുന്നത്. അവളെ കണ്ടതോടെ മനുവിന് വീണ്ടും പ്രതീക്ഷ ലഭിക്കുന്നു. ജയിലിൽ മനു സോമു എന്ന തടവുകാരനെ പരിചയപ്പെടുന്നു. സോമു അവനെ തന്റെ കൂടെ നിർത്തി ജയിലിലെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പട്ടേൽ എന്ന തടവുകാരനെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. പിന്നീട് മനുവും സോമുവും നല്ല സുഹൃത്തുക്കളായി മാറുന്നു. പ്രിയ ഇടയ്ക്കിടെ അവനെ കാണാനും ധൈര്യം നൽകാനും എത്തും. പക്ഷേ ശങ്കർ മരിച്ചതോടെ എല്ലാം മാറിമറിഞ്ഞു. ശങ്കറുമായി ശത്രുതയുണ്ടായിരുന്ന സോമു മനുവിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അതേസമയം ശങ്കറിന്റെ കുടുംബവും മാനേജർ പ്രഭുവും മനുവിനെ രക്ഷിക്കാമെന്ന വാക്ക് പാലിക്കാതെ കേസ് ഉപേക്ഷിക്കുന്നു. ഇതറിഞ്ഞ പ്രിയ പുതിയ വക്കീലിനെ കണ്ടെത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കേസ് നടത്താൻ സ്വന്തം പഠനം പോലെ ഉപേക്ഷിച്ച് ജോലിക്ക് പോകുന്നു. ജയിലിൽ മനു പട്ടേലുമായി അടുക്കുകയും പട്ടേൽ അത്ര മോശക്കാരനല്ലെന്ന് മനസ്സിലാക്കി അവനോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ പ്രിയ തന്റെ ശബ്ദം കാസറ്റ് റെക്കോർഡ് ചെയ്ത് മനുവിനെ അയച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദമാണ് മനുവിനെ ജീവിക്കാനുള്ള പ്രതീക്ഷയായി മാറുന്നത്. പ്രിയ തന്റെ ജീവിതം മുഴുവൻ മനുവിന് വേണ്ടി തകർക്കുന്നത് പ്രിയയുടെ അമ്മ വഴി മനു അറിഞ്ഞപ്പോൾ അവന് സഹിക്കാനായില്ല. അതുകൊണ്ട് ഇനി തനിക്കായി കാത്തിരിക്കരുതെന്നും വലിയൊരു ഗായികയായി നല്ലൊരു ജീവിതം നയിക്കണമെന്നും പറഞ്ഞ് അവനൊരു കത്തെഴുതുന്നു. അതിനുശേഷം മനു മനഃപൂർവ്വം പ്രിയയെ കാണുന്നത് പോലും ഒഴിവാക്കി. ഒടുവിൽ കോടതിക്ക് മനുവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ അവനെ 10 വർഷം തടവിന് ശിക്ഷിക്കുന്നു. മനുവിനെ മറക്കാൻ കഴിയാതെ പ്രിയ തകർന്നു പോകുന്നു. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിൽ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു. പ്രിയയുടെ വിവാഹോരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് മനുവിന് വീട്ടിലേക്ക് ഫോൺ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. ഉടൻ തന്നെ അവൻ പ്രിയയെ വിളിക്കുന്നു. പക്ഷേ ഫോൺ എടുത്തത് അവളുടെ സഹോദരനായിരുന്നു. പ്രിയയുടെ വിവാഹം അടുത്തു തന്നെയാണെന്ന് അറിഞ്ഞതോടെ മനുവിന്റെ ഹൃദയം തകർന്നു. പ്രിയയുടെ വിവാഹ ദിവസം ആ വേദനയും ദേഷ്യവും സഹിക്കാനാകാതെ മനു സോമുവിനെ ആക്രമിക്കുന്നു. പിന്നാലെ സോമുവിന്റെ ആളുകൾ ചേർന്ന് മനുവിനെ ക്രൂരമായി മർദ്ദിച്ചു. പട്ടേൽ മനുവിനെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ജീവിക്കാനാണ് ഏറ്റവും വലിയ ധൈര്യമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം മനു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ പറഞ്ഞതുപോലെ അവൾ തന്നെ കാത്തുനിൽക്കുമെന്ന പ്രതീക്ഷയോടെ അവൻ പുറത്തേക്ക് വരുന്നു. പക്ഷെ അവിടെ പ്രിയ ഉണ്ടായിരുന്നില്ല.